കനക വന്നേ ഇങ്ങോട്ട്. ഓ ഒരുങ്ങിയല്ലോ. നീ പോണ്ടേ? നമ്മളെ പോലെ വീട്ടിൽ ജോലിക്ക് പോകണ്ടേ? എന്ത് കാര്യം പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ജോലിക്ക് പോകണം. 24 മണിക്കൂർ ജോലിക്ക് പോയിക്കൊണ്ട് നടന്നാൽ മതി, വേറെ ഒരു കാര്യം അന്വേഷിക്കണ്ടല്ലോ. അവന് ഓഫീസിൽ പോകാൻ സമയമുണ്ട്, അമ്പിളിക്കുട്ടൻചാന്റെ അടുത്ത് പോകാൻ സമയമുണ്ട്, ഭാര്യ വീട്ടിൽ പോകാൻ സമയമുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സമയമില്ല. കാലി വന്നിട്ട് നാട്ടുകാർ മുഴുവൻ ചീത്ത പറഞ്ഞു തുടങ്ങി. അറിയോ അത്? ആ രാജൻ സാർ എന്തൊക്കെ വിളിച്ച് പറഞ്ഞെന്നറിയോ? മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയി. ആ ദേഷ്യപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല, അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്. നീ അവിടുത്തെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായിടാ? ആ പറമ്പ് നമ്മുടെ എന്നുള്ള കാര്യം അറിയാവോ? പറമ്പ് അങ്ങനെ ഉണ്ടാക്കി ഇട്ടാ പോരാ, അത് വൃത്തിയാക്കണം. അവിടെ വീടും പരിസരത്തൊക്കെ ആൾക്കാരുള്ളത് അവിടെ. ശരിയായിട്ടാ, ഭയങ്കരമായിട്ട് കാട് പിടിച്ചിടക്കിയ. മുട്ടറ്റം കാടാ. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേന് പാമ്പ്, സർവത്ര പാമ്പ്. അവിടുത്തെ പിള്ളേർക്കൊന്നും പുറത്തിറങ്ങാൻ പാടില്ലാന്ന് പറഞ്ഞാൽ അയാൾ വേണ്ട ചീത്ത തന്നെ. ആണോ? കഴിഞ്ഞ ദിവസം ഞാൻ ഓലെടുക്കാൻ പോയപ്പോഴേ ഒരു പാമ്പ്. എന്തേ അവിടുത്തെ ഓല എടുത്താ എന്താ കുഴപ്പം? അല്ല നിനക്ക് എന്താ പണി അത് പറ. രാവിലെ യൂണിഫോം ഇട്ട് ഹെൽമെറ്റ് വെച്ച് ഞാൻ പുറത്തേക്ക് പോകുന്ന എന്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എന്താ ജോലിയെന്ന്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ആരും അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു ജോലി നോക്കുകയാണെങ്കിൽ ഒരു ജോലി ഇല്ലാത്ത അവിടെ ഇരിപ്പുണ്ട്. ആണോ? ഒരു ജോലി ഇല്ലാതിരിക്കാണോ ക്ലീറ്റ? അപ്പൊ പാർട്ടിയിലെ ജോലി ആര് നോക്കൂടാ? പാർട്ടിയിലെ ജോലി? അയ്യോ അവൻ ആദ്യം കേൾക്കുക. നിനക്കില്ല പോസ്റ്റിന്റെ മണ്ടേ കയറി നിന്നോട് ആരും ചോദിക്കാനൊന്നുമില്ല അത് കയറണ്ടോ ഇല്ലോ എന്നുള്ളത്. ക്ലീറ്റോന്റെ കാര്യം അങ്ങനെയല്ല, ഡൽഹിന്ന് വരെ ചോദ്യം വരും ക്ലീറ്റോന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാള് പറഞ്ഞെന്താന്നറിയാമോ? മര്യാദക്കല്ലെങ്കിൽ ആ സ്ഥലം വൃത്തിയാക്കിക്കോ, അല്ലെങ്കിൽ അത് വിൽക്കാൻ എവിടെങ്കിലും കൊണ്ടുപോയി. ആ സ്ഥലം വിൽക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. അല്ല അതിനകത്ത് അയാളുടെ ഉപദേശം വരേണ്ട കാര്യമൊന്നുമില്ല. കനക നീ ചാടി കളിക്കാതെ നടക്കോ ഇല്ലയോ എന്നുള്ളത് പറ. ആളെ കിട്ടണ്ടേ? ആളെ കിട്ടും. എടേ ഞാനൊന്ന് പുറത്തിറങ്ങി ഒരു വാക്ക് പറഞ്ഞ ഗൾഫുകാർ, ബിസിനസ്സുകാർ, സിനിമാക്കാർ, കോടീശ്വരൻ, ഇതിൽ ആര് വേണമെന്ന് പറഞ്ഞാൽ മതി. താഴത്തെ പറമ്പ് കളച്ച് വൃത്തിയാക്കാനുള്ള ആൾ കൊടുക്കാനുള്ള പൈസയുടെ ഓരിയാണ് ചോദിച്ചത്. അയ്യോ, അതിന് ഈ പറമ്പ് വൃത്തിയാക്കാൻ ആരെയാണ് കിട്ടേണ്ടത്? അതിൽ എളുപ്പം വിൽക്കാൻ ആളെ നമുക്ക് കണ്ടെത്താം. നമുക്ക് അത് ആളെ കിട്ടി. ഇന്നലെ KCB ഓഫീസർ വന്നിരുന്നു ഒരു ബംഗാളി. അവൻ നല്ല പണിക്കാരൻ. അവനോട് വിളിച്ച് പറയാം. ബംഗാളിയാ? അമ്മ കള്ള പണിയാണ്. ഓ സത്യം. നീ നിന്റെ പോകരിക്കാൻ മതി. എന്റെ ഒരു 300 രൂപ. എന്തിന് 300 രൂപ? ഞാൻ 150 രൂപ വരും. എന്റെ പകുതി 150 രൂപ. 600ന്റെ പകുതിയാണ് 300. 600 രൂപ ബംഗാളിക്ക്? പിന്നെ ഇവിടെ അത് കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ ആരും വരാത്തത്. പൈസ കൊടുക്കണം അങ്ങോട്ട്. 600 രൂപ നല്ല മുട്ട മലയാളികളെ കിട്ടിയാണ്. നീ പൈസ പൈസ തരാം. ആളെ കൊണ്ടുവന്നു. നീ ആളെ കൊണ്ടുവന്ന് ഇവിടെ പണി തുടങ്ങും. അപ്പോഴത്തേക്ക് എന്റെ ഓഹരി ഞാൻ തരാം. നീ കൊണ്ടുവരില്ലേ? എങ്ങനെ അറിയും? എന്റെ തന്നെ തരും. എന്റെ കർത്താവേ, ബുദ്ധിയുള്ള ഒരെണ്ണം. കഷ്ടമാണ് കഷ്ടം. തലയിൽ ശകല ആളുകളുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതെല്ലാം കൂടെ വിറ്റ് വറക്കിയിട്ട് ഉള്ള പൈസ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് പലിശയും മാറ്റി സുഖമായിട്ട് ഏസിക്കകത്തിരുന്ന്. കർത്താവ്, ഈ ആഗ്രഹം എപ്പോ നടക്കുമെന്നോ? ഇപ്പൊ ഏസിക്കകത്തിരിക്കണില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയല്ലേ. വേറെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോണില്ലല്ലോ. ഞാൻ പണി എടുക്കണോ ഇല്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിച്ചേക്കുമ്പോ എനിക്കറിയാം. നാട്ടിലെ കൂലി മാറിയതറിഞ്ഞില്ല. 300 രൂപന്ന്. ഏത് യുഗത്തിലാ ജീവിക്കണേ? അതെ, ഇത് നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാർ കൊടുത്ത് ശീലിപ്പിക്കുന്നുണ്ടാണ്. ആവശ്യമില്ലാതെ പൈസ കൊടുത്ത് ആരും അങ്ങനെ വഷളാക്കരുത്. കേറിപ്പോ. ചായ എടുക്കും. പൊന്നോ, ഇവള് പോയോ? തക്കളി മോളെ, തക്കളി സമയായി. വാ നല്ലു, വാ വാ ഓടി വാ. ആ യൂണിഫോമിൽ കറയാക്കാതെ തേച്ചൊരച്ച് വെളുപ്പിക്കേണ്ട കാര്യം ഓർക്കുമ്പോ ചോറ് മൊത്തം തിന്നോടാതെ പൊടി എപ്പോഴും മിച്ചം കൊണ്ടുവരുന്നുണ്ട്. കണക്ക് ബുക്ക് എടുത്തു വെച്ചോ? नमस्ते सर. कनगना साहब. ए कनगना साहब क्या कर रहे हैं? शैम्पू नहीं, कनगना साहब लाइनमैन. ओ കനകൻ. കനഗന സാബ്. ഏട്ടനെ കാണാൻ വന്നാണോ? കനഗന സാബ്. ഏട്ടാ ബംഗാളിയാണോ?
ബംഗാളി मैं बंगाली बंगाली കിളക്കാൻ വന്നതായിരിക്കും. हाँ मैं कनकना साहब ഏട്ടാ ഇങ്ങോട്ട് വന്ന് ഏട്ടൻ പറഞ്ഞ പണിക്കാരൻ വന്ന്. ഏയ് ഒന്ന് തിരിഞ്ഞേ. हाँ। नमस्ते कनकना साहब नमस्ते നമസ്തേ 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 नमस्ते साहब ആ താമസിച്ചെന്താ क्या താമസിച്ചെന്താ क्या बोल रहे കഴിച്ചോ? काया काया मैं खाना खाया खाना खाया വലിയ പാടാ സംസാരിക്കും പക്ഷെ മലയാളം മനസ്സിലാവും. പറഞ്ഞു കൊടുക്ക്, നല്ല വൃത്തിയായിട്ട് ശരിയാക്കണമെന്ന് പറഞ്ഞു കൊടുക്ക്. ആ क्या क्या बोल रही താഴെയാണ് കാട് പിടിച്ച് കിടപ്പുണ്ട്. കാട് പിടിച്ച് क्या കിടപ്പുണ്ട്. कार्ड കാട് പുല്ല് പുല്ല് ഗ്രാസ് പുല്ല്. विजिटिंग कार्ड नहीं नहीं क्या बोल रही താഴത്തെ പുരടം വൃത്തിയാക്കണം, കളച്ച് വൃത്തിയാക്കണം. वो इधर में ആ, അതങ്ങനെ ചെയ്യണം കേട്ടാ. നല്ല നീറ്റായിട്ട് പണിയണം. भाई साहब ठीक है साहब ठीक ഓക്കേ. ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? ആ? ഇതിപ്പോ ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? അത് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചു വരുത്താൻ വല്ല കാര്യം ഉണ്ടായിരുന്ന പോകാൻ സമയമായില്ലേ ഓഫീസിൽ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഉച്ചയ്ക്കുള്ള ധാനമൊക്കെ എല്ലാം തരും ഇവിടെ തരും കേട്ടോ. കൃത്യമായിട്ട് 5 മണിയുടെ പണിയണം. क्या ഞാൻ വരും 5 മണിക്ക് 5 ബജേക്കോ पाँच मैं आता हूं. ഓക്കേ. ठीक है सर ठीक है ठीक है साहब 5 മണിയാകുമ്പോൾ ഞാൻ വരും. ठीक है साहब 5 ബജേക്കോ. ഓക്കെ. ഇടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും പുള്ളിക്ക്. ഇന്നലെ അവിടെ നല്ല ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ കുറെ പേര് ഹിന്ദി പഠിക്കുകയും ചെയ്തായിരുന്നു. പുള്ളി എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം. അറിയാമല്ലോ, പിന്നെന്താ കുഴപ്പം. അപ്പൊ സമയത്ത് ആഹാരം കൊടുത്താ 2 നേരത്തെ കേട്ടോ. ചായ കൊടുത്തിട്ട് 5 മണിയാകുമ്പോൾ പൊയ്ക്കോളൂ. അല്ല ഏട്ടൻ പോവാണ്. എനിക്ക് പോണ്ടേ, അവിടെ പണിയടക്കല്ലേ. അല്ല പുള്ളിക്ക് അവിടെയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഞങ്ങൾ രണ്ടും കൂടെ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ ആ സമയം കൊണ്ട് അമ്മാവൻ വന്നോളൂ. അമ്മാവൻ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. ആ എന്നാ കുഴപ്പമില്ല, അമ്മ വരും. ठीक है ठीक है साहब ठीक है ठीक है. अच्छा अच्छे अच्छे ഞാൻ കുടിച്ചിട്ട് വരാം. नमस्ते सर നമസ്തേ. आप कनकना साहब का बीवी है वो बीवी नहीं है, मैं बीवी हूँ. वो बहन है. दूसरा ബഹൻ बीवी നീ. है नहीं नहीं वो बहन बहन. അല്ല അല്ല ബഹനല്ല. नहीं है बहन? വൺ സിസ്റ്റർ. എന്റെ നാത്തൂനെ ബഹൻ എന്ന് പറഞ്ഞ സിസ്റ്റർ തന്നെയാ. അയ്യോ കഷ്ടം. तो क्या बोल रही है ഹിന്ദി नहीं नहीं हिंदी नहीं 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 मैं हैं? क्या क्या കല്യാണം. क्या क्या बोल रही है शादी शादी. शादी मैं बंगाल से 4 बीवी 1 बच्चे चार बीविया. नहीं है ये बीवी 4 बच्चे ആദ്യം പറഞ്ഞതേ 4 ഭാര്യമാരുണ്ടെന്നാ. പിന്നെ തെറ്റിപ്പോയത്. ഞാൻ തങ്കം. क्या क्या ഞാൻ തങ്കം. तंग തങ്കം നാം തങ്കം. നാം നാം. नाम तंग अच्छा नाम है हैं? ബംഗാളി. बंगाली इधर नहीं है अंग ऊपर ऊपर नहीं नहीं तुम्हारा नाम क्या है? मेरा नाम दीपांकुर है ഏ? दीपांकुर है ദീപാങ്കുർ ദീപാങ്കുർ. ഞാൻ ദീപു. वो दीपू नेम जमंती. हैं? जमंती जमंडी जमंती जमंती. अच्छा अच्छा ദീപു ദീപു. हैं? तो क्या അവിടെ हाँ നിറച്ചും ഈ പുല്ല് ഇത് क्या ये ഇത് ये കട്ട്. क्या काट. हाँ. ये सिंबल है इधर. ये सिंबल क्या അയ്യോ क्या क्या അതല്ല അതല്ല क्या? मैं- അതല്ല അതല്ല വേറെ വേറെ പുല്ല്. वो ऊपर 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 पुल कर ऊपर कट कट പുല്ല്. कट അത് തന്നെ അത് തന്നെ. नमस्ते जी कुट्टी क्या? तुम्हारा नाम क्या है? हाँ? तुम्हारा नाम क्या है? मेरा नाम दीपांकुर ആ ദീപാങ്കു हाँ ദീപാങ്കു हाँ ഇത് മുഴുവനും വരണ്ടിട്ട് ഇവിടെ കൊണ്ടുവരണം. क्या क्या ഈ മറ്റേ തെങ്ങുണ്ടല്ലോ മറ്റേ ഈ കോക്കനട്ട് ട്രീ. ओ ये नारियल ट्री ആ नारियल हाँ അതിന്റെ ചോട്ടിലെ കൊണ്ടുവരണം. ओ हाँ जी हाँ जी ആ ഈ ഇതുണ്ടോ? क्या വെട്ടുകത്തി ഉണ്ടോ? फुल बोतल और हाफ बोतल അതൊക്കെ പണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ हाँ ശരിയാക്കാം. हाँ हाँ जी हाँ जी हाँ ആ जी ഇപ്പൊ ഇത് കൊടുവാള് ഇതിങ്ങനെ വെട്ടണത്. हाँ जी ഏയ് അതല്ല ഒന്നും ചെയ്യണ്ട, രാജി. അതുകൊണ്ട് അങ്ങോട്ട്. ये ऊपर से ഓക്കെ. हाँ जी हाँ जी ഓ പാമ്പുണ്ടോ നോക്കണം അവിടെ കേട്ടാ. क्या മൂർഖൻ. क्या पाम കിങ് क्या കോബ്ര കിങ് കോബ്ര. किंग कोबरा क्या അവിടെ- किधर है किंग कोबरा ഇപ്പോഴല്ല അവിടെ കണ്ടിരുന്നു മുമ്പ്.
സൂക്ഷിക്കണം. ആ അവിടെ കൊണ്ടുപോയി അതിന്റെ ചോട്ടിൽ. എന്തായി മാവാ? ആ വാ വാ. ഹായ് ദീപു. ഇത്ര വേഗം പരിചയമായ? ദീപു. ബെഞ്ചി ഹായ് ദീപു. ബെഞ്ചി നീ കുടിച്ചിട്ട് ടീ ചായ കൊടുക്കും. ചായ എവിടെ ക്ലീറ്റസ്? അവിടെ ദേ വന്നിട്ട് ഉടുപ്പ് പറഞ്ഞുള്ളൂ ഞാനിപ്പോ. ചായ കൊടുത്തിട്ടേ വേഗം അങ്ങോട്ട് ചെല്ലേ. അവൻ ഇങ്ങോട്ട് വിടണ്ട. ഇത് ഞാൻ പിടിക്കാം. ഇത് തുറന്നമ്മാവ. ക്ലീറ്റസിനെ ഇങ്ങോട്ട് വിടണ്ടാട്ടാ. അവൻ ഇങ്ങോട്ട് വിടണ്ട. അതെന്താ? നാളെ ഒരു പണിക്കാരൻ വന്നിട്ട് ഓടിച്ചു വിട്ടുള്ളൂ. അപ്പൊ നന്നായി പണിയെടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ വന്നിട്ട് ചല്ലിപ്പിടിച്ചു. ഇത് വേഗം നല്ല സ്പീഡ് ഉണ്ടല്ലോ. അതൊക്കെ പറ, അവൻ കേൾക്കണ്ട. കേട്ടാലും മനസ്സിലാവില്ലല്ലോ. क्या बोल रही हो ये आदमी അസല ആളോടെ പറഞ്ഞത്. അവൾക്ക് ഹിന്ദി ABCD കൂടി അറിയില്ല. ആര് പറഞ്ഞു? അല്ല ഹിന്ദിയിലെ ABCD ഇല്ലല്ലോ. ചായ മാത്രം. वो कड़ी नहीं है മറ്റേ ഉച്ചക്ക് എന്താ പറയാ? बजी नहीं है ഉച്ചാന്ന് പറഞ്ഞതിന് മനസ്സിലാവും. ഞാൻ അതൊക്കെ പറഞ്ഞാൽ ചോറ്. അയ്യോ ചോറിന് പറഞ്ഞ ഇപ്പൊ വെച്ചുണ്ടാക്കും, ഇപ്പൊ വെച്ചുണ്ടാക്കും. അതെ, ഇത് എവിടെ വെച്ചേക്കട്ടെ? क्या അതൊന്നും ഇവിടെ ചൂടാറത്. അത് കൊണ്ടേക്കോ. അല്ല ഇടയ്ക്ക് അതിന് വെള്ളം കുടിക്കാൻ തോന്നിയാ ഇളക്ക് വെള്ളം കുടിക്കാൻ തോന്നിയാൽ തണുത്ത വെള്ളം കൊണ്ടുവരാ. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് മോര് വെള്ളം കൊടുത്താൽ बात कर दूं എന്ത് പണിയടിക്കാടി. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് അത് കുടിച്ചിട്ട് സമയം കളയും. പാവം വേറെ ഒന്നും നമുക്ക് കൊടുക്കുന്നില്ലല്ലോ. എന്താ കൊടുക്കുന്നില്ല? അതൊക്കെ ഞാൻ പോട്ടെ അങ്ങോട്ട്. ക്ലീറ്റസിനോട് ഇങ്ങോട്ട് വരണ്ട പറഞ്ഞാല്. जी सब कुछ क्लीन है അതിങ്ങനെ മുഴുവൻ വേണം. हाँ जी പോവാ പറഞ്ഞേക്ക്. മറ്റേ പറഞ്ഞു മനസ്സിലാക്കി എനിക്കറിയാൻ പാടില്ല. അവിടെ നിന്ന് എവിടെ പോണ്? എവിടെ പോണ്? അവിടെ പണിയുടെ നോക്കണ്ടേ? അവിടെ പണിയുന്നുണ്ട്. ഞാൻ നോക്കി. ആര് നോക്കി? ഞാൻ നോക്കി. നീ നോക്കിയാലും എനിക്കുള്ള സ്ഥലം ഞാൻ നോക്കണം. അവനവൻ തന്നെ നോക്കണം. സ്ഥലം നോക്കിയിട്ട് കാര്യമില്ല. സ്ഥലം നോക്കാനാണെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് ഇങ്ങ് പോരും. പിന്നെന്തോന്നു? നിങ്ങൾ ഷെയർ കൊടുത്തോ? അത് കൊടുക്കാനേ വൈകുന്നേരം പണി കഴിയുമ്പോഴാണ് കൊടുക്കാൻ. ആണോ? അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കൻ നല്ല മര്യാദക്കാരനായിട്ട്. എന്റെ ആങ്ങളെ കൊണ്ടുവന്ന പണിക്കാരനല്ലേ, എങ്ങനെ പണിയണമെന്ന് എനിക്ക് കാണണം. അവന്റെ സ്ഥലം നല്ല രീതിയിൽ പണിയിപ്പിച്ചിട്ട് ക്ലീറ്റോ ഈ ദുഷ്ടത്തരം പറയണത്. അവൻ ചെയ്യൂടി. നിന്റെ ആങ്ങളല്ലേ അവൻ. അവന്റെ പേര് കനകൻ. നീ കളിക്കല്ലേ, പോടി. നീ നിന്റെ വഴി നോക്ക്. നീ അവിടെ പോയിട്ട് ആ ചോറ് റെഡിയാക്കി ഇച്ചിരി കപ്പ ഞാൻ അവിടെ മേടിച്ചോണ്ട് അതൊന്ന് പോയി. നഹി ജാന ആവോ. എന്ത് ആവോ? ഓ ഇപ്പൊ ബംഗാളികളെ നമ്മൾ ഹിന്ദിയും പഠിച്ചു. നന്നായിരിക്കണം. മലയാളം നേരെ പറഞ്ഞു പഠിക്കണേ. നോക്ക് ഉദർസേ. പൊളിറ്റിക്കൽ ലീഡർ ബദ്മാഷ്. ഒന്നും കേൾക്കണ്ട, നീ പണിയെടുത്തോ. ആ രാഷ്ട്രീയക്കാരൊക്കെ കൊണ്ടുതന്നെ നന്നായി നടക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ കൂടിയേ മുടങ്ങുള്ളൂ. എടുത്തോ. ബംഗാളി ബാബു സ്റ്റോപ്പ്. നീ ഒന്നും ഉണ്ടായിരുന്ന ഒന്നും പറയണ്ട. ഞാൻ പണിയെടുത്തോട്ടെ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണിയെടുക്കണേ അങ്ങനെ ചുമ്മാ തോന്നിയല്ല. അവന്റെ ഇഷ്ടത്തിന് അങ്ങനെ പണിയാനൊന്നും പറ്റില്ല. ഇതിന്റെ പകുതി വിഹിതം ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാ പറഞ്ഞോ നോട്ടെ. അതെ भैया हाँ भैया ये पेरेडम ये क्या पेरेडम ये जगह मेरा अलियन का है. क्या जगह? अलियन. ये मेरा है. ये मेरा इधर मेरा है. इधर से उधर उसका है. वो उसका कनाडा सर. हाँ कनाडा. हाँ तुम पहले इधर करो. ഇതർ സ്റ്റോപ്പ്. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറ. ഞാൻ പറഞ്ഞു വന്നത് ആദ്യം എന്റെ പറമ്പ് അല്ല എന്റെ പെരേടത്തില് അവൻ പണി ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ പണി ചെയ്യാം. അതെന്താ ഇവിടെ പണിതിട്ട് അവിടെ പണിതാ? അത് കുറെ കാര്യങ്ങളുണ്ട്. അതെന്താന്ന് അറിയണല്ലോ. അല്ലാണ്ട് അങ്ങനെ ഇവിടെ പണിതാലും അവിടെ പണിതാലും എല്ലാം പണിയാൻ വേണ്ടിട്ടാണല്ലോ ആളെ വിളിച്ചേക്കണേ. അതെ ഇതിപ്പോ പണിയണേന് ചുമ്മാ അല്ല, ഞാനും കൊടുക്കുന്നുണ്ട്. എണ്ണി ഒരു വിഹിതം കൊടുക്കണല്ലോ. രണ്ടാളുടെ സ്ഥലം നേരാക്കുമ്പോ രണ്ടാളും പകുതി കൊടുക്കണം. അപ്പൊ ഇന്ന് മുഴുവൻ ഇവിടെ പണിയാൻ നിന്ന് കഴിഞ്ഞാൽ കഷ്ടകാലത്തിന് ഇവിടത്തെ തീർന്നില്ല എങ്കിൽ എന്റെ ഒരു ദിവസത്തെ വിഹിതം ഞാൻ വെറുതെ ഇവന് കൊടുക്കണ്ടേ? അതിന് കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ നാളെ ഞാൻ ഇവിടെ ഇതിന് പൈസ കൊടുക്കണ്ടേ? അത് ശരി. അപ്പൊ ഇന്നത്തോടെ അവിടെ തീർന്ന പിന്നെ നാളെ ഇവിടെ ചെയ്യണേന് നീ കൊടുക്കണ്ടാന്ന്? അല്ല അതങ്ങനെയാണല്ലോ. ഇതൊക്കെ തീർന്നാ പിന്നെ അതെങ്ങനെ? അത് ഇവിടെ പണിയന് അവിടെ പണിയുണ്ടെങ്കിൽ 2 ദിവസത്തെ പകുതി നീയാ കൊടുക്കണം. അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ. ഇവൻ ഒരു അരമണിക്കൂർ ഇവിടെ പണിയിട്ട് അരമണിക്കൂർ അവിടെ പണി. എന്താ രാമേശ്വരത്ത് ശൗര്യം ചെയ്യണ പോലെ ഒന്നിച്ചല്ലടാ ചെയ്ത് വരിക. അമ്മാവാ തുടങ്ങ്. മാറിന്നേ. ക്ലീറ്റസ് അവിടെ. ആ ശരി. അതെ അമ്മാവ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും കൂടെ ഷെയർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ പണിയണമെന്ന് ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഭയ്യ തും
आधा अरा 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 आधा घंटा 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 आधा घंटा इधर करो आधा घंटा इधर करो वीണ്ടും आधा घंटा इधर करो आधा घंटा आधा 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 ऐसा करो अच्छा ശരി ശരി എന്നാ പറയണ പോലെ ചെയ്യേ പിന്നെ അല്ലാണ്ട് എന്ത് എത്ര പ്രാവശ്യം വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്ത എന്ത്? ഇവിടെ ഫോണ് അയ്യോ സൈലന്റ് സൈലന്റ് എവിടെ എന്താ അത്യാവശ്യം? ആലേ ഇന്നല്ലേ മറ്റേ വണ്ടിക്ക് നമ്മൾ അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞത്. ഇന്ന് ടോക്കനെങ്കിലും കൊടുത്തില്ലേ വണ്ടി അയാൾ കൊടുക്കും. പറഞ്ഞോളൂ ഇന്നാണല്ലേ? പിന്നെ നിന്റെ പൈസ എന്തെങ്കിലും എത്ര കൊടുക്കണം നമ്മളിപ്പോൾ? എൻ്റെ അലേ 25,000 രൂപ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. 10,000 ഉണ്ടോ? 15,000 രൂപ നീ ഒപ്പിച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ പറ്റുള്ളൂ. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് ഒപ്പിക്കാം? നീ പെട്ടെന്നൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അഡ്വാൻസ് കൊടുക്കണമെന്നുള്ളത് നീ എന്നാ ഇന്നലെ എന്നെ ഓർമ്മിപ്പിക്കണ്ടേ? ഞാൻ എവിടെ എൻ്റെ അലേ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ച് ഫോൺ എടുക്കണ്ടേ? ഇതിപ്പോൾ 15 രൂപ ഞാനിപ്പോൾ എവിടെ നിന്ന് മറിക്കാൻ? നീ എവിടുന്നെങ്കിലും മറിക്ക്. അല്ലയാ വേറൊന്നും വിചാരിക്കരുത്. എന്തോ ആ നിൽക്കുന്ന ആഞ്ഞിലില്ലേ, ആ ആഞ്ഞില് എനിക്ക് അവകാശപ്പെട്ടാണ്. നീ അത് ഈട് വെച്ചിട്ടൊരു 15,000 രൂപ എനിക്ക് മറിച്ച. നീ എന്തുപോലെ ഈ പറയാനാ? പൈസ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് എടുത്ത് കൊടുക്കൂലേ? നിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമോ? എടാ ഇപ്പം പിന്നെ എങ്ങനെ ഇന്ന് ആ വണ്ടി എടുത്താൽ വല്ല 10-25 രൂപ ലാഭം കിട്ടണതാണ്. എവിടെന്നെങ്കിലും മറിക്കാൻ പറ്റിയോ നോക്കളെ ആ പൈസ. അലയാ പൈസക്കൊരു ഓപ്പുണ്ട്. എന്തോന്ന്? എന്തോ നിൽക്കുന്ന ആഞ്ഞിലയുടെ അടുത്ത് നിൽക്കുന്നുണ്ടാ? ആ പ്ലാവ് കനകൻ്റെയാണ്. അതൊന്നും നമുക്ക് തൊടാൻ പറ്റൂല. എൻ്റെ അളിയാ പ്ലാവല്ല അളിയാ, ആ തെങ്ങും ചാരി ഒരു മുറ്റ ആഞ്ഞിൽ നിൽക്കുന്നുണ്ടാ? അമ്മാവൻ. അമ്മാവനാ? ആ അമ്മാവൻ എന്ത് ചെയ്യാൻ? അളിയ അമ്മാവൻ്റെ അടുത്ത് നമ്മുടെ പഴയ ഒരു ഐഡിയ അങ്ങ് പ്രയോഗിക്കാം. എന്തോന്ന്? അളിയ നമ്മുടെ കയ്യിലൊരു നക്ഷത്രാമ കിട്ടിയിട്ടുണ്ട്. അത് മറ്റേ ചീരത്തോട്ടത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് തൽക്കാലം പൈസ കിട്ടിയാൽ പോരെ? പൈസ നമുക്കൊരു അഡ്വാൻസ് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് 2 ദിവസം ഒരു 3 ദിവസം സാവകാശം വെച്ച് മറിയും. പക്ഷെ അമ്മാവൻ്റെ അടുത്ത് നീ പറയണം. ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. നീ അഡ്ജസ്റ്റ് ചെയ്താൽ നിന്ന് തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. പറ്റിക്കാനാണെന്ന് എനിക്ക് തോന്നല്. ഇല്ലാന്ന് ഞാൻ വിളിക്കണ്ട. നീ വിളിച്ച് സംസാരിക്കുക. അമ്മാവോ ഇവിടെ ഇവിടെ നമസ്കാരം. അല്ലേ ഞാൻ പറയണതേ, അത് നീ പിന്നെ അമ്മാവന് തന്നെ കൊടുക്കത്. നീ ഇപ്പൊ സുരേന്ദ്ര മുതലാളിക്ക് കൊടുക്കാൻ നിൽക്കണ്ട. അമ്മാവനും അല്ല ഒരു നല്ലൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ അമ്മാവന്റെ അവിടെ വസ്തുവിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ ചീരത്തോട്ടത്തില്. ചീരത്തോട്ടത്തിൽ എന്താ പ്രശ്നം? അതൊക്കെ മറ്റേ രാമേന്ദ്രനായിട്ട് ഉടക്കല്ലേ ശത്രു. അയാൾക്കൊരു പണി കിട്ടാൻ വേണ്ടിട്ട് പറ്റിയൊരു സാധനം, ശത്രുദോഷ സംഹാരത്തിനായിട്ടൊരു സാധനം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അത് എത്ര പൈസ കൊടുത്താലും നമുക്ക് അവന്റെ അതപ്പതന്നെ എനിക്ക് കാണണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതിനിപ്പോ വേറൊരാൾ പിടിച്ചോണ്ടിരിക്കുക. സാധനം മറ്റേ സാധനം നക്ഷത്രാമ. പക്ഷെ അതിപ്പോ സുരേന്ദ്ര മുതലാളി വേണോന്ന് പറഞ്ഞ് ഇവനെ ഒരേ ബഹളമായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. എടാ അതെന്നാ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് താടാ. എന്റെ അളി അതെങ്ങനെ ശരിയാവൂലെ? അയാളെ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു കാര്യം ചെയ്യും, സുരേന്ദ്ര മുതലാളിയുടെ എപ്പോഴും കാശിനൊക്കെ പോയി ചോദിക്കണം. പക്ഷെ എന്നാലും നീ ഒരു കാര്യം അയാൾക്ക് വേറെ മറിച്ചു കൊടുക്കും. ഇതിപ്പോ അമ്മാവന് കൊടുക്കും. എത്രയാവും അതിനെ? നീ അത് പറ, എത്രയാവും അതിനെ? അളിയാ അതിന് 1.5 ലക്ഷം രൂപ കൊടുക്കണം. അല്ല ഇപ്പൊ ഉടനെ കൊടുക്കണ്ട. നമ്മളൊരു ടോക്കൺ അഡ്വാൻസ് ഒരു 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ദിവസത്തിനകത്ത് സാധനം തരുമ്പോൾ കൊടുത്താൽ മതി. സാധനം കിട്ടുമ്പോൾ കൊടുത്താൽ അത് മതി. പക്ഷെ 25,000 രൂപ ഇന്ന് കിട്ടണം. ഇന്ന് കിട്ടണം. വേണ്ട 25,000 റുപ്യല്ലേ? ഞാനേ 1-2 ആളെ വിളിച്ചോട്ടെ കേട്ടോ. ഞാനിപ്പോ ശരിയാക്കിയിട്ട് വരാം. സുരേന്ദ്രന് കൊടുത്തേക്കല്ലേ? ഈ രാമേന്ദ്രന്റെ പതനം കാണണം. അതിന് ഞാൻ വേണ്ടി ഏത് ഭൂമിയുടെ അറ്റം വരെ ഞാൻ പോവും. ഞാൻ ശരിയാക്കിയിട്ട് വിളിക്കാം കേട്ടോ. സുരേന്ദ്ര മുതലാളി വിളിച്ചാൽ നീ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ അമ്മാവൻ പൈസ അഡ്വാൻസ് കൊണ്ടുവന്നിട്ട് ഈ ആമ നീ എങ്ങനെ കൊണ്ട് കൊടുക്കും? എന്റെ അളിയ അതിനല്ലേ ഐഡിയ ഇരിക്കുന്നത്. എന്തോന്ന്? അളിയ നമ്മൾ ആമയും കൊണ്ട് ചീരത്തോട്ടത്തിൽ പോകുന്ന വഴിക്ക് പോലീസ് വന്നു. പോലീസിനെ കണ്ടപ്പോൾ നമ്മൾ ആമയെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഓടി രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് ഐഡിയ? അത് കൊള്ളാം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനും പറ്റത്തില്ല. കേസിൽ പ്രതിയാവും. പിന്നെ അതെന്തായാലും കലക്കിളിയാ. അമ്മാവൻ പേടിച്ച് കൂറിയാകണ്ടേ. ഇപ്പൊ എന്തായാലും അഡ്വാൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തിനകത്ത് വണ്ടി എടുത്ത് കച്ചവടം. അത് പാമ്പ് മൂർഖനൊന്നും അല്ല. അത് എവിടെ നോക്കട്ടെ. എടാ അത് പാമ്പിന്റെ പല്ലല്ലേ. അത് പൂർത്തിയുടെ മുള്ളു കൈ കൊണ്ട് അല്ല പാമ്പ്. ഇങ്ങനെ പേടിക്കാതെ ശിവൻ ഞാൻ വിചാരിച്ചു പാമ്പെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിച്ചെണ്ണ. വൃത്തിയുടെ പിള്ളേർന്നല്ലോ. അയ്യോ നീ എന്തോന്ന് പറഞ്ഞത്? അടാ കയ്യിൽ ഞാൻ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാണ് ഭയങ്കര നിലവിളിച്ചത്. വൃത്തിയുടെ പിള്ളേരുന്നു. അയ്യേ ഒന്നുകൂടെ പറ. അണ്ണാ ഞാൻ പാമ്പ് കടിച്ചെന്നും പറഞ്ഞോണ്ട്
പുല്ല് കൈ സർപ്പ് കൈ പൊത്തി പാറശാലുള്ള ദീപം അമ്മാവാ യവനുണ്ടല്ലോ യവൻ ഭൂലോക കള്ളനാണ്. ഇവൻ വിശ്വാസവഞ്ചന ആൾമാറാട്ട. ഇവനെതിരെ കേസെടുക്കണം. ഇവൻ മലയാളിയാണ്. മലയാളിയാണ്. കേസെടുക്കലാണ് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ മലയാളം എന്ന് പറഞ്ഞാൽ ഒറ്റ അടുത്ത് എനിക്ക് പണി തരൂല. ബംഗാളി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ എന്റെ പറമ്പിൽ തന്നെ വന്ന് അമ്മാവന്റെ മരുമോന്റെ കണ്ടല്ല കൂട്ടുകാരന്മാർ ഇതുപോലുള്ളവന്മാരാണ് തരികളാണ്. ഇവനെ പോലീസിലേപ്പിക്കാം. പറയാക്കൂല. ഇവനൊക്കെ മോഷണം നടത്തിയതിന്റെ പേരിൽ ഇവനെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം ഞാൻ പോലീസിനെ വിളി. നമുക്ക് ഒരുമിച്ച് പോയി അകത്ത് കിടക്കാം. പോലീസിനെ വിളി. നമുക്ക് ഒരുമിച്ച് പോയി അകത്ത് കിടക്കാം. അമ്മ ഇങ്ങോട്ട് വരി. ഇതാരാണ് നിങ്ങളെ? എന്റെ മരുവൻ. നല്ല ബെസ്റ്റ് മരുമൻ. ഈ അഴുക്കപ്പലി ഈ വാവളം തന്നെ കൂടെ കാണിച്ചത് എന്താണെന്നറിയോ? യവന്മാർക്ക് രണ്ടുപേർക്കും വണ്ടി എടുക്കാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തില്ലാത്ത ഒരു നക്ഷത്രാമ്മയുടെ പേരും പറയും നിങ്ങൾ 25,000 പറ്റിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അല്ല പിന്നെ അണ്ണ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റിക്കാൻ വേണ്ടി നടക്കുന്നത്. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ പോയി ജീവിക്കാൻ നടക്കുന്നത്. അത് കുടുംബത്തിൽ Versus Alien.